ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൂര പീര പറ്റിച്ചത്. ചൂര പീര നല്ല കോമ്പിനേഷൻ ഇല്ലേ? അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പീര പറ്റിച്ചതാണ്. നമ്മൾ മത്തി, അതുപോലെ കൊഴുവ, അങ്ങനെ പല മീൻ കൊണ്ടും നമ്മൾ പീര പറ്റിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറ്റിച്ചിരിക്കുന്നത് ചൂര കൊണ്ടാണ്. ചൂര മീൻ നമ്മൾ മുള്ളും അതിൻ്റെ തൊലിയെല്ലാം നീക്കി അതിൻ്റെ മാംസം മാത്രം എടുത്തിട്ട് വറ്റിച്ചെടുത്തത് പീരയാണത്. അപ്പോൾ നമുക്ക് ഈ പീര വറ്റിച്ച വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ചൂരമീൻ പീര വറ്റിക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നോക്കാം. ഒരു മാങ്ങ ഞാൻ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കറിവേപ്പില, തേങ്ങ, ഒരു അരമുറി തേങ്ങ ചെറുതി അടിച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ഒരു 5-8 അല്ലി, ഒരു 10 അല്ലിയോളം ഉണ്ടാവും വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി അടിച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഒത്തിരി തടിയുള്ള മുളകായതുകൊണ്ട് ഞാൻ 4 കീറിയെടുത്ത പച്ചമുളകാണ്. ഇത് 3 എണ്ണം ഉണ്ട്. പിന്നെ ഒരു മീഡിയം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് എന്താ, ചൂര മീൻ ഞാൻ അതിൻ്റെ മുള്ളും അതിൻ്റെ തൊലിയെല്ലാം നീക്കി അതിൻ്റെ നല്ല ദശക്കെട്ടി മാത്രം എടുത്താണ്. നമ്മൾ ചാളയൊക്കെ ആണല്ലോ കൂടുതൽ, ചാളയും എല്ലാ മീനും കൊഴുവയെല്ലാം പീര വറ്റിക്കും. അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് പീര വറ്റിച്ച് നോക്കാം, എങ്ങനെയുണ്ടാവും നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒന്ന് ചതച്ചെടുക്കണം. ഈ ഉള്ളി, മുളക് ഇതെല്ലാം ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ. ഇപ്പം നമ്മളെ പീര വറ്റിക്കാനുള്ളതെല്ലാം ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, മൺചട്ടിയിലേക്ക്. ഇത് നമ്മളെ ഉള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും ചതച്ചതാണ്. പിന്നെ നമ്മൾ മാങ്ങ ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം, അരയരുത്, ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങ ഒന്ന് ഞാൻ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ 3 പച്ചമുളക് 4 കീറിയത് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളിവിടെ എരിവിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് എരിവ് കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കൂടി ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം, ഒരു നുള്ളു കൂടെ. അപ്പോൾ എല്ലാം ഇനി നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് താളിച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടി നമ്മുടെ കൈവച്ച് നല്ലപോലെ ചിരുമി ചേർക്കാം. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, അത് മറന്നുപോയി, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയും ഉപ്പും പൊടികളും ഇഞ്ചിയും കാന്താരിയും എല്ലാം കൂടി അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് ചേർത്ത് തിരുമ്മി അങ്ങ് കൊടുക്കാം. അപ്പം നമുക്ക് നല്ലൊരു മണമൊക്കെ വരും. ഇപ്പം നമ്മൾ നല്ലപോലെ അങ്ങ് കൂട്ടി കുഴച്ച് ചേർത്ത് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മീനും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് തിരുമ്മി ചേർക്കാം. ഇതിൽ ഉപ്പ് കുറവുണ്ട് കേട്ടോ, ഞാൻ നോക്കിയപ്പോഴേ. അപ്പോൾ നമുക്ക് ഒരു 1/2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ കാന്താരിയുടെയും പിന്നെ വലിയ മുളകിൻ്റെ ഒക്കെ എരിവുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. തേങ്ങയുടെ അളവും വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു അളവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ, വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു അല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റും കൂടെ കുറച്ച് ചേർത്താൽ
പിന്നെ ഇതിൽ വെള്ളം ഒരല്പം നനവ് കൊടുക്കാം. നമ്മുടെ മീൻ വേവണമല്ലോ. ഒരു ശകലം, ഒത്തിരി ആയിപ്പോണ്ട. കണ്ടല്ലോ, ഇത്രയും മതി. ഇനി നമുക്ക് നേരെ അങ്ങ് സ്റ്റവിലേക്ക് പോകാം. അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലാക്കിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ തീ ചെറുതിലേക്ക് മാറ്റും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ പീര തുറന്ന് നോക്കാം. അപ്പം നമ്മൾ നാളികേരത്തിൻ്റെ എല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇളക്കി കൊടുത്തിരുന്നു. ഒരല്പം സമയം കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നനവൊക്കെ ഒന്ന് വറ്റിയിട്ട് ഫ്രൈ ആയി വരുന്നവരെ ഒന്നും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൂര പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഉലർന്ന് കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മതിയാവും. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഞാൻ നോക്കിയിട്ട് എല്ലാം നല്ല ടേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾക്കിനി ഇത് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇത് നമ്മുടെ ചൂര പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീര വറ്റിച്ചാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.